വിലവർദ്ധന കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ അതിനെതിരെ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമരത്തിലേക്ക് ഇടിച്ചു കയറി വനിതാ പ്രവർത്തകരെ അപമാനിച്ച സിനിമാ നടൻ ജോജു ജോർജിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരട് പോലീസിന്റെ ധിക്കാരപരമായ നടപടിക്കെതിരെ ഏകപക്ഷീയമായ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധം വിളിച്ചറിയിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഇതുവഴി പോലീസ് സ്റ്റേഷൻ മാർച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ച് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. നടൻ ജോജു ജോർജിന്റെ മോശം പ്രതികരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് നൽകിയ പരാതി പരിഗണിക്കാൻ പോലീസ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. മാസ്ക് ഇല്ലാതെ വീടിന് പുറത്തിറങ്ങിയാൽ ഓടിച്ചിട്ട് പെറ്റിയടിക്കുന്ന പോലീസിന്റെ കൺമുന്നിൽ വെച്ച് അസഭ്യവർഷം നടത്തുകയും നിയമം ലംഘിക്കുകയും ചെയ്ത ജോജു ജോർജിനെതിരെ നടപടിയെടുക്കാത്തത് പോലീസിന്റെ രാജഭക്തി കൊണ്ടാണെന്ന് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. ശ്രീ മുഹമ്മദ് ഷിയാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ജില്ലാതല നേതാക്കന്മാരെല്ലാം നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ സമരപരിപാടിയിൽ പങ്കെടുക്കുവാനും ഈ സമരപരിപാടിയിൽ ഭാഗവാക്കുകളാകുവാനും മുഴുവൻ ജനങ്ങളെയും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. മഹിളാ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ സമരം ചെയ്ത മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അപമാനിച്ച ജോജു ജോർജിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് പോലീസിന്റെ ധിക്കാരപരമായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം വിളിച്ചറിയിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മരട് പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. മാർച്ച് ഈ വഴിത്താരയിലൂടെ കടന്നു വന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോൾ സമരപരിപാടിയുടെ തുടക്കം കുറിയും സമരപരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ അധ്യക്ഷ ശ്രീമതി വരുമ്പോൾ പ്രിയപ്പെട്ട DCCB അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിന്റെ സമുദായ നേതാക്കന്മാരെല്ലാം ഈ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ സമരപരിപാടിയിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മരട് പോലീസ് മാറുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധം വിളിച്ചറിയിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ മാർച്ച് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ അടിമതമാക്കി കാൽവികളുള്ളതും അചഞ്ചലമായ മനസ്സുമായി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1-ാം തീയതി വൈകിയിൽ നടന്ന സമരത്തിലേക്ക് ഇടിച്ചു കയറി പാവപ്പെട്ട വനിതാ പ്രവർത്തകരെ അപമാനിച്ച ജോജു ജോർജിനെ സിനിമാ നടൻ ജോജു ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ച ജോജു ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ മഹിളാ മാർച്ച് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണയും ബഹുമാനിയായ മഹിളാ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ അധ്യക്ഷ
മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇതായി പ്രദേശത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ആക്ഷേപിച്ചു, അപമാനിച്ചു എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി അറിയപ്പെടുന്ന പൊതുപ്രവർത്തകർ കൂടിയായ വനിതകൾ പരാതി നൽകിയിട്ട് ഇന്ന് 10ാം ദിവസമാണ്. പരാതി കിട്ടിയ തൊട്ടടുത്ത നിമിഷങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണർ പ്രഖ്യാപിക്കുകയാണ്, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നത് പോലെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്ന പരാതിയിൽ കേസെടുക്കില്ല. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നു, അങ്ങനെ നടന്നിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ആരാ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാൻ? നിയമപരമായ എന്ത് ധൈര്യമാണ് അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഒരു സ്ത്രീ തന്നെ അപമാനിച്ചു എന്ന് പറയുകയും ആക്ഷേപിച്ചു എന്ന് പറയുകയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് എന്താണ് അധികാരം? ഏത് നിയമത്തിലാണ് പറയുന്നത്? സിറ്റി പോലീസ് കമ്മീഷണറാണോ തീരുമാനിക്കുന്നത്? എന്നെ അപമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ പോലീസ് എന്റെ മൊഴിയെടുക്കണം, അതാണ് പ്രാഥമിക ഉത്തരവാദിത്തം. ഒരു മൊഴി പോലും എടുക്കാതെ സ്ത്രീകളെ അപമാനിച്ചിട്ടേയില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ആരുടെ ചട്ടുകമായാണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിന് ഞാൻ അടക്കമുള്ള കേരളത്തിലെ പൊതുജനങ്ങൾ നൽകുന്ന നികുതി പണം കൊണ്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന യൂണിഫോമും അദ്ദേഹത്തിന്റെ ശമ്പളവും ആനുകൂല്യവും താമസ സൗകര്യവും വണ്ടിയും എല്ലാം കൊടുത്തിരിക്കുന്നത്. AKG സെന്ററിലല്ല കേരളത്തിലെ പോലീസിന് ശമ്പളം കൊടുക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. AKG സെന്ററിന് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സഖാവ് പറയുന്നതും വിജയരാഘവൻ സഖാവ് പറയുന്നതും കോടിയേരി സഖാവ് പറയുന്നതൊക്കെ കേട്ടാൽ മതി. പക്ഷേ അതല്ലാത്തടത്തോളം കാലം ഈ കേരളത്തിലെ പോലീസ് ബാധ്യതപ്പെടേണ്ടത് രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമങ്ങളോടാണ്. CRPC-യും IPC-യും
എവിഡൻസ് ആക്ടും പോലീസ് ആക്ടും അടക്കമുള്ള ഒപ്പം ഭരണഘടനയിൽ അധിഷ്ഠിതമായ നടപടികളാണ് പോലീസ് പിന്തുടരേണ്ടത്. നിർഭാഗ്യവശാൽ കൊച്ചി പോലീസ് പേടിച്ചിരിക്കുക. ആരെ കണ്ടിട്ട? ജോജു ജോർജിനെ കണ്ടിട്ട്. ജോജു ജോർജിന് ഒരു കേസ് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എന്താ പറ്റാത്ത സാറേ? ജോജു ജോർജ് എന്താ കൊമ്പുണ്ടോ? IPC 294B അല്ലെ? പബ്ലിക് പ്ലേസില് ഒബ്സീൻ വേർഡ്സ് പറഞ്ഞ കേസല്ലേ? ആ മനുഷ്യൻ ചീത്ത വിളിക്കുന്ന കൊല്ലത്തിരുന്നുകൊണ്ട് ഞാൻ കണ്ടു. നിങ്ങളൊക്കെ കണ്ടില്ലേ? എല്ലാ ചാനലിൽ കൂടെ ഞാൻ കേട്ടു. സ്വന്തം കാതുകൊണ്ട് കേൾക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്ന സത്യങ്ങളല്ലെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. കേസില്ല. ഇപ്പൊ ഈ നിൽക്കുന്ന നമ്മളൊക്കെ നിയമം അനുസരിച്ചുകൊണ്ട് മാസ്ക് ഇട്ട് നിൽക്കുന്നു. എനിക്ക് വേണമെങ്കിൽ എന്റെ സംസാരം നേരെ ചൊവ്വേ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കേൾക്കണമെങ്കിൽ മാസ്ക് ഊരിയെ കേൾക്കും. പക്ഷെ ഞാൻ മാസ്ക് ഊരില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിയമം പാലിക്കുന്ന ഒരു ഉത്തമ സിറ്റിസനാണ്. അതുകൊണ്ട്. പക്ഷെ ജോജുവിന് അത് ബാധകമല്ല. ജോജു എത്ര സമയം നടന്നില്ലേ? നിങ്ങൾ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരല്ലേ എല്ലാം നേരിട്ട് കണ്ടത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരുമാണ്. അദ്ദേഹം ഇങ്ങനെ വണ്ടികളുടെ ഇടയിലൂടെ നടന്ന് ചീത്തയും വിളിച്ച് ആക്രോശിച്ച് ഇവിടെ ആരോ വഴിതട എന്നൊക്കെ പറഞ്ഞു വരും. നാണമില്ലേ മിസ്റ്റർ ജോജു ജോർജ്? നിങ്ങൾ പറഞ്ഞു 150 അല്ല അതിൽ കൂടുതലായാലും നിങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ കേരളത്തിലെ സാധാരണക്കാർ, ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരാണ്. വാഹനം വാങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡീസൽ അടിക്കുക, പെട്രോൾ അടിക്കുക. പെട്രോളിന്റെയും ഡീസലിന്റെയും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിന്റെ അസംസ്കൃത സാധനമായ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി ഭാരം കൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ വിഷമിക്കുമ്പോ സമരം ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ധർമ്മമല്ലേ? കേരളത്തിലെ പ്രതിപക്ഷത്തിൽ നിന്ന് കേരളത്തിലെ പൊതുസമൂഹം അത് പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായും ഞങ്ങൾ സമരം ചെയ്തു. പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം പെട്ടെന്നൊരു നിമിഷം പൊട്ടിമുളച്ച് അങ്ങ് തെരുവിലേക്ക് നടന്നിറങ്ങിയതല്ല. ഒരാഴ്ച മുമ്പ് തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് ഞങ്ങളുടെ സമരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുത്തു. പിന്നെ പോലീസിന്റെ ജോലി എന്താ? ദൈവ ബാരിക്കേഡ് വെച്ചത് തടഞ്ഞില്ലേ? ഇതുപോലെ സമരമുണ്ടാകുമ്പോ മുൻകരുതൽ എടുക്കുവാനുള്ള ഉത്തരവാദിത്വം പോലീസിനില്ലേ? വാഹനം തടഞ്ഞ് വേറെ വഴിക്ക് അവർക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ സമരം ചെയ്യരുതെന്ന് ഏത് ജോജു പറഞ്ഞാലും, ജോജു മാത്രമല്ല ദേവേന്ദ്രന്റെ അച്ഛൻ മുട്ടുപെട്ടരുമെന്ന് പറഞ്ഞാലും സമരം ചെയ്യുക തന്നെ ചെയ്യും. സമരം ചെയ്യുക എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടിക്രമമാണ്. സമരം ചെയ്ത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർന്നു വന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികർ സമരം ചെയ്യണ്ട, പോലീസ് പിടിക്കും, അടികൊള്ളും, ബ്രിട്ടീഷുകാരൻ വെടിവെക്കും, പീരങ്കി കയറ്റി കൊല്ലും എന്ന് വിചാരിച്ച് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ എവിടെ നിന്നേനെ? ഇപ്പോഴും നമ്മള് അടിമത്തത്തിൽ ആണ്ടുകിടന്നേനെ. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ മോചിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടർന്ന് നിരവധിയായ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് അയിത്തോച്ചാടനം നടത്തി ഈ രാജ്യത്ത് മുട്ടുസൂചി പോലും നിർമ്മിക്കാൻ വകയില്ലാത്ത നാട്ടിൽ നിന്ന് വികസ്വര രാജ്യങ്ങൾ ഒന്നാമത്തെ പട്ടികയിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൈപിടിച്ചുയർത്തിയത്. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ സമരം നിർത്താൻ ഒരു ജോജുമോ വന്നിട്ട് പറയാ സമരം ചെയ്യാൻ പാടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ തിരിച്ചു ചോദിച്ചു, സിനിമാ ഷൂട്ടിങ്ങുകൾ റോഡ് മാത്രമല്ല ബ്ലോക്ക് ആക്കുന്നത്, ഓഫീസുകളിൽ സാധാരണക്കാർ കയറി ചെന്നാൽ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എത്ര ദിവസമായാലും മാറി നിന്ന് കൊടുക്കണം. നമ്മൾ അതൊക്കെ ചെയ്തു കൊടുത്തു. നമ്മൾ കാത്തിരുന്നു അവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കണ്ട, 2 ദിവസം അങ്ങോട്ട് പോകണ്ട, അടുത്ത ദിവസം നമുക്ക് പോകാം എന്ന് പറഞ്ഞത് ജോജുമോനെ പോലെയുള്ളവരോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ കലാസ്വാദകരായതുകൊണ്ടാണ്. കേരളത്തിലെ ജനം, കോൺഗ്രസുകാരുൾപ്പെടെയുള്ള ജനം കലാസ്വാദകരായതുകൊണ്ട് തന്നെയാണ് 95-ൽ 1-2 സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങി ഈ അടുത്ത സമയത്ത് ഞാൻ അടക്കമുള്ള മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നടന്നു കയറിയ ജോജു ജോർജിന്റെ കലാവാസനയും സർഗഭാവനയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ നവംബർ മാസം നിങ്ങൾ 1-ാം തീയതി നിങ്ങൾ ആ റോഡിൽ കാണിച്ച ഷോ ഉണ്ടല്ലോ, ചീപ്പ് ഷോ,
അത് നാണം കെട്ടതും അത് വിവരമില്ലായ്മയായിപ്പോയി. ചെയ്യാൻ പാടില്ലായിരുന്നു. നാണക്കേടല്ലേ മിസ്റ്റർ ജോജു നിങ്ങൾ കാണിച്ച പ്രവർത്തനം? തെമ്മാടിത്തരം ജനം പറയുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോ കേരളത്തിൽ രണ്ടു കൂട്ടര്, പുറമേ അവർ തമ്മില് വലിയ അകൽച്ചയുണ്ടെന്ന് തോന്നുമെങ്കിലും അകമേ വലിയ അന്തർധാരയുള്ള രണ്ടാളുകൾ. ആരൊക്കെയാ? CPM RSS ഒരുമിച്ച് ജോജുവിന് കൈയടിക്കുന്നു അല്ലെ? എല്ലാ CPM-കാരും RSS-കാരും ഒരുമിച്ച്, BJP-കാരും ഒരുമിച്ച് കൈയടിക്കുന്നു. ജോജു ചെയ്തത് നന്നായി പോയി. ജോജു ചെയ്തത്, കോൺഗ്രസുകാരുടെ സമരത്തിലേക്ക് കടന്നു ചെന്ന ജോജു ചെയ്തത് നല്ലതായി എന്ന് പറയുന്ന CPM നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും RSS നേതാക്കന്മാരും അവരുടെ സമരത്തിലാണ് ജോജു ചെന്ന് ഈ ചീഫ് ഷോ കാണിച്ചിരുന്നെങ്കിൽ ആ തൊടുത്ത മുഖം എങ്ങനെ ഇരുന്നേനെ? പിന്നെ 95-ൽ നിന്ന് അങ്ങോട്ട് കയറി ഇന്ന് കാണുന്ന ജോജുവായി മാറാൻ പറ്റുമോ? പറ്റുമായി ില്ല. അത് ജോജു മറന്നു പോകുന്നു. ഞങ്ങൾ കോൺഗ്രസുകാരായതുകൊണ്ട്, മാന്യതയും മര്യാദയുമാണ് കോൺഗ്രസിന്റെ സംസ്കാരം എന്നുള്ളത് കൊണ്ട് കോൺഗ്രസുകാരുടെ നെഞ്ചത്തോട്ട് കയറാമെന്ന് ജോജു ധരിച്ചുവെങ്കിൽ, മോനെ ജോജു, അതങ്ങ് വാങ്ങി വെച്ചേക്ക്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വിസ്തൃതമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവിടെ ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിച്ചാൽ ഇങ്ങ് തെക്കേ അറ്റം കന്യാകുമാരി മുനമ്പിൽ നിന്ന് സിന്ദാബാദ് എന്ന് തിരിച്ചു പറയുവാനുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇങ്ങനെ അപമാനിക്കാമെന്ന് ജോജു, പിന്നെ ഒരു B ഉണ്ണികൃഷ്ണൻ അല്ലേ, ഉണ്ണികൃഷ്ണനോട് അങ്ങ് എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. ഒരു കാര്യം ശ്രീ ജോജുവിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും കൈയടിച്ചു കാണും. അവരുടെ മുന്നിൽ നിങ്ങൾ ഹീറോ ആയിട്ടുണ്ടാകും. പക്ഷേ ഭാവ അഭിനയ ചക്രവർത്തി ശ്രീ മോഹൻലാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയും അടക്കമുള്ള നിരവധി സിനിമാ താരങ്ങൾ നമ്മുടെയൊക്കെ സ്നേഹത്തിനും ഇഷ്ടത്തിനും ആദരവിനും പാത്രമായിട്ടുള്ളത് നമ്മളേറെ ബഹുമാനിക്കുന്നു. അവരുള്ളപ്പോൾ തന്നെയാണ് ജനപ്രിയ നടനെന്ന പദവിയിലേക്ക് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി ഒരു താരം വന്നത്. ഇരുകയും നീട്ടി സ്വീകരിച്ചു ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും. പക്ഷേ ഒരു കേസിൽ പെട്ടപ്പോൾ ജനത്തിന് ഹിതമല്ലാത്ത രീതിയിൽ അദ്ദേഹം ആരോപണ വിധേയനായപ്പോൾ ഇപ്പൊ സിനിമയുടെ റേറ്റിംഗ് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ചു. ഞങ്ങളുടെ കൊല്ലത്തെ ഒരു MLA, പത്തനാപുരം MLA ഗണേഷ് കുമാർ അറിയാം, ജോജു ജോർജിന്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ടില്ല. അമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയല്ല, MMA അല്ലേ, താരങ്ങളുടെ സംഘടന. ഗണേഷ് കുമാറിനോടൊരു ചോദ്യം. മുമ്പേ ഭാര്യയും ഭർത്താവുമായിട്ട് തല്ലിട്ടൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം യാമിനി തങ്കച്ചി തന്നെ തല്ലിയേന്ന് പറഞ്ഞ് മുഖമാസകലം പരുക്ക് പറ്റി കേരളത്തോട് ശ്രീ ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നെ തല്ലിയെന്നാണ്. നമ്മൾ ഞെട്ടി. എങ്ങനെ ഒരു പുരുഷന് ഇത്രയും ഒരു സ്ത്രീക്ക് തല്ലാൻ പറ്റും? പ്രത്യേകിച്ചും യാമിനി തങ്കച്ചി പോലുള്ള ഒരു പാവ സ്ത്രീക്ക് എങ്ങനെ പറ്റുമെന്ന് നമ്മളെ പറ്റി. പക്ഷെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു, എന്റെ ഭാര്യ തല്ലിയാണ് നിങ്ങൾ കാണുന്ന യാമിനിയല്ല. അന്ന് അമ്മ ഇടപെട്ടോ? ഗണേഷിനെ തല്ലിയപ്പോ ഇടപെടാത്ത അമ്മ ജോജു കാണിച്ച തോന്നിയാസത്തിനെതിരെ പ്രതികരിച്ചു എന്ന സമയത്ത് ഇടപെടണമെന്ന് ഏതർത്ഥത്തിലാണ് ഗണേഷ് കുമാർ പറയുന്നത്? ഇവിടെ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ സംസ്ഥാനത്ത് ജനകീയ സമരങ്ങൾ അനിവാര്യമാണ്. സ്വാഭാവികമായും ആ വഴി ബ്ലോക്കായപ്പോൾ ഒരു ആംബുലൻസ് വന്നാൽ ഒരു ജോജുവിന്റെ സഹായം വേണ്ട, ഒരു ജോജുവിന്റെ അഭ്യർത്ഥന വേണ്ട. കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവർ ആ വാഹനത്തിന് വഴിയൊരുക്കി കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ആംബുലൻസ് വേണ്ട, ആശുപത്രിയിലേക്കോ മറ്റൊരു അടിയന്തര ആവശ്യത്തിലേക്കോ പോകുന്നെങ്കിൽ വഴിയൊരുക്കി കൊടുക്കും കോൺഗ്രസ്സുകാർ. മറിച്ച് വന്ന് മുണ്ടും മടക്കി കൊടുത്തി വന്ന് കോൺഗ്രസ്സുകാരെ ചീത്ത വിളിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് രാഷ്ട്ര സേവനമാണെന്ന് ഏത് ജോജു പറഞ്ഞാലും അതിനോട് കേരളത്തിലെ പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നു. ഈ ക്യാമറയുടെ ബാക്കിൽ സ്ത്രീകൾ നിൽക്കുന്നു. ആരെങ്കിലും വന്ന് അവിടെ അപമാനിച്ചാൽ, ആ സ്ത്രീ പരാതിപ്പെട്ടാൽ പോലീസ് പറയുമോ ക്യാമറ കണ്ണുകൾ മുഴുവനുണ്ട്,
അതുകൊണ്ട് സ്ത്രീകൾ പറയുന്നത് കള്ളമാണ്. എങ്ങനെ പറയാൻ കഴിയും? ക്യാമറ കണ്ണുകളുടെ ഫോക്കസ് തെറ്റാത്ത ഇടങ്ങൾ ഇവിടെയുമുണ്ട്. അങ്ങനെയാണോ അല്ലയോ എന്നൊന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇവിടുത്തെ പോലീസ് കാണിച്ചിട്ടില്ല. ഇത് അങ്ങേയറ്റത്തെ നെറുകേടാണ്. ലളിതകുമാരി വേഴ്സസ് ഉത്തർപ്രദേശ് എന്ന കേസിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദി ലാൻഡ് ആണ്, രാജ്യത്തെ നിയമമാണ്. പക്ഷേ മരടിലെ പോലീസ് നിയമം പറയുക അത് ബാധകമല്ല. മരടിലെ പോലീസ് നിയമത്തിന് അത് ബാധകമല്ലാതിരിക്കാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഒരു സ്ത്രീ പരാതി കൊടുത്താൽ പരാതി അന്വേഷിക്കാനുള്ള നിയമപരമായ ബാധ്യത, വ്യക്തിപരമായി ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഒരു ഫേവറും വേണ്ട, പക്ഷെ നിയമപരമായ ബാധ്യത നടപ്പിലാക്കാൻ നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോലീസിന്റെ ധാർമ്മികമായ നിയമപരമായ ഉത്തരവാദിത്വം. അത് നിറവേറ്റാതെ CPM-കാർക്ക് വിടുപണി ചെയ്യുന്ന രീതിയിലേക്ക് താഴ്ന്നു പോകരുതേ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ. എനിക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, കേരളത്തിലെ പോലീസ് കഴിവുള്ളവരാണ്, സമർത്ഥരാണ്, സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും വെല്ലുന്ന രീതിയിൽ അന്വേഷണ കുതുകികളാണ്. പക്ഷേ രാഷ്ട്രീയപരമായ തിമിരത്തിന്റെ പേരിൽ അവരുടെ കൈകാൽ ബന്ധിക്കുന്ന സമയങ്ങളിലാണ് ഇതുപോലെ കേസെടുക്കാതെ വരുന്നത്. നിങ്ങൾക്കറിയുമോ കേരളത്തിൽ എത്ര കേസുകൾ ദൈനംദിനം ഉണ്ടാകും? ഏതെങ്കിലും പ്രതിസ്ഥാനത്തിന്റെ അയലത്തെങ്ങാണം CPM-നോ സഹയാത്രികർക്കോ എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ കേസെടുക്കില്ല. അതാണ് രാജ്യത്തെ നിയമം. ഇനിയിപ്പോ ഗതികെട്ട് കേരളത്തിലെ പ്രതിപക്ഷവും പൊതുസമൂഹവും മാധ്യമങ്ങളും ഒരുമിച്ച് അതിനെ എതിർത്താൽ കേസെടുത്തിട്ട് എങ്ങനെ ഒരു കൗണ്ടർ കേസ് ഒപ്പിക്കാമെന്ന് കൗണ്ടർ രാജിന്റെ കാലഘട്ടമാണ് ഇവിടെ. ഈ നാടിനെ അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി ദൈനംദിനം എന്നോണം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ കേസെടുക്കാതെയും ശിക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. ഇവിടെ ജോജു ജോർജിനെതിരെയുള്ള കേസ് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-ന് താല്പര്യമുള്ളതുകൊണ്ട്. ജോജു ജോർജിന്റെ ഓരോ സിനിമ കാണുമ്പോഴും നമുക്കറിയാമായിരുന്നു അദ്ദേഹം CPM സഹയാത്രികനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്. പക്ഷേ ആ നിലപാട് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കലാകാരനെയും അദ്ദേഹം അപ്രപാളിയിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അതിന്റെ ഫലമായാണ് അദ്ദേഹത്തിന്റെ താരപദവി ഉയർന്നത്. പക്ഷേ അവിടെ നവംബർ 1-ാം തീയതി കോൺഗ്രസ് പരിപാടിയിലേക്ക് കടന്നു വന്ന ജോജു ജോർജ് ഒരു ഇടതുപക്ഷ ഗുണ്ടയെ പോലെയാണ് പെരുമാറിയിരുന്നത്. കേരളത്തിലെ മുഴുവൻ ആളുകളും നേരിട്ട് കണ്ടതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കലാകാരന്റെ ധാർമ്മിക പ്രതിഷേധമല്ലാതെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കൊച്ചിയിൽ തന്നെയല്ലേ ഒരു പാതിരാത്രി നടി ആക്രമിക്കപ്പെട്ടത്? അതിക്രൂരമായ ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരു വാക്കെതിരായിട്ട് മിണ്ടാത്ത, ആ കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത നിങ്ങൾക്ക് എന്ത് ധാർമ്മിക രോഷമാണുള്ളത്? എന്ത് ധാർമ്മികതയാണുള്ളത്? ധാർമ്മികതയെ കുറിച്ച് ഉച്ചരിക്കാനുള്ള അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് രാജ്യത്ത് നടക്കുന്ന എത്രയെത്ര പ്രശ്നങ്ങൾ അതിലെങ്ങാണ് നിങ്ങൾ പ്രതികരിച്ചോ? ഇവിടെ നിങ്ങൾ പ്രതികരിച്ചത് കലാകാരൻ എന്ന നിലയിലല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന്റെ ആളെന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുക. നിങ്ങൾ ചെയ്ത പ്രവർത്തനം തെറ്റാണ്, നിങ്ങൾ രാഷ്ട്രീയം കളിച്ചതാണ്. അവിടെ മലയാളം ടെലിവിഷൻ കൊച്ചി. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും
നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?